വീണ്ടും വീണ്ടും പൈശാചിക പീഡ വരുന്നതിൻ്റെ പിന്നിലെ കാരണം വചനം കൊണ്ട് നിറഞ്ഞ എൻ്റെ ഹൃദയത്തിൽ വചനമില്ലാത്ത ശൂന്യമായിട്ട് കിടക്കുക. വചനം ശൂന്യമായിട്ട് കൊണ്ട് പറഞ്ഞിട്ടുണ്ടോ, പക്ഷേ തിരിച്ചു വരുന്നതിനെ കുറിച്ച് ഈശോ പറയുന്നുണ്ടല്ലോ. തിരിച്ചു വരുന്നതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ആ വീട് ശൂന്യമായി അടിച്ചു വാരി വൃത്തിയാക്കിയിരിക്കുന്നു, പക്ഷേ അവിടെ ഒന്നും നിറച്ചിട്ടില്ല, അവിടെ വചനം നിറഞ്ഞിട്ടില്ല. അതായത് ലുക്ക 11:24 മുതൽ അശുദ്ധാത്മാവ് ഒരുവനെ വിട്ടുപോയാൽ വരണ്ട സ്ഥലങ്ങളുടെ ആശ്വാസം തേടി അലഞ്ഞു നടക്കും. കണ്ടെത്താതെ വരുമ്പോൾ അവൻ പറയുന്നു, ഇറങ്ങിപ്പോകുന്ന ഭവനത്തിലേക്ക് തന്നെ ഞാൻ തിരിച്ചു ചെല്ലും. തിരിച്ചു വരുമ്പോൾ ആ വീട് അടിച്ചുവാരി സജ്ജീകരിക്കപ്പെട്ടതായി കാണുന്നു. അപ്പോൾ അവൻ പോയി തന്നേക്കാൾ ദുഷ്ടനായ മറ്റ് 7 അശുദ്ധാത്മാക്കളെ കൂടി കൊണ്ടുവന്ന് അവിടെ പ്രവേശവാസം. അത് ഇനി ഒരിക്കലും അവനെ ഇറങ്ങി പോകാതിരിക്കാൻ വേണ്ടി 7 എണ്ണത്തിനോട് കൂട്ടിക്കൊണ്ടുവരും. പ്രസലോഷൻ ദൈവവചനം നിറച്ചിട്ടില്ലെങ്കിൽ, അതാണ് ഡെലിവറൻസ് പ്രയർ മേടിക്കാൻ പോകുന്നത് സൂക്ഷിച്ചു വേണം. ഡെലിവറൻസ് പ്രയർ സൂക്ഷിച്ചില്ലെങ്കിൽ വെച്ചാൽ അത് ശരിക്കും ഡെലിവറൻസ് പ്രയർ കഴിഞ്ഞിട്ട് ദൈവവചനം കൊണ്ട് നിറച്ചില്ല എങ്കിൽ 7 ഉയരും. ഞങ്ങനെയുള്ള ഒത്തിരി സംഭവം കണ്ടിട്ടുണ്ട്. പ്രസലോഷൻ അപ്പോൾ അതുകൊണ്ട് അലഞ്ഞിറങ്ങിട്ട് വന്നിട്ട് തിരിച്ചു വീണു. അതുകൊണ്ട് ദൈവവചനം അതുകൊണ്ടാണ് നിങ്ങളിവിടെ ഞാൻ ഈ ശനിയാഴ്ച നിങ്ങൾ വിളിച്ചു കൂട്ടുന്നത്. കാരണം ദൈവവചനം തരാൻ വേണ്ടിയാണ്. ഒരു ധ്യാനം കൊണ്ടൊന്നും പറ്റത്തില്ല. ഇത് ജീവിതം മുഴുവനും ദൈവവചനം കൊണ്ട് നിറച്ച് കഴിയുമ്പോൾ ഒരു 3.5 വർഷമാണ് പ്രധാനപ്പെട്ടത്, 3.5 years. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും ദൈവവചനം കൊണ്ട് വെറുതെ ഇവിടെ ഒന്ന് കൈപ്രാർത്ഥന പഠിക്കാൻ വേണ്ടി വന്നിട്ട് കാര്യമില്ല. പ്രസലോഷ് കൈപ്രാർത്ഥന എന്നുള്ളതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. പക്ഷേ ദൈവവചനമാണ്. അതുകൊണ്ട് നിങ്ങൾ എഴുതിയെടുത്ത് പഠിക്കാതെ നിങ്ങളുടെ പ്രശ്നം തീരത്തില്ല. പ്രസലോഷ് നിങ്ങൾക്ക് അല്ലെ നിങ്ങൾ ഒരിക്കലും പ്രശ്നം തീരത്തില്ല. അച്ഛൻ വെറുതെ പറയുന്നല്ല, ഞാനിത് ധ്യാനമല്ല, ദൈവിക ജ്ഞാനമാണ് സംസാരിക്കുന്നത്. പ്രസലോഷ് ദൈവം ഞങ്ങൾക്ക് തരുന്ന ജ്ഞാനമാണ് സംസാരിക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് തരുന്ന ജ്ഞാനത്തിലാണ് ഈ വചനം തരുന്നത്. പ്രസലോഷ് അല്ല ബുദ്ധി കൊണ്ടല്ലേ ജ്ഞാനം തരുന്നത്, വചനം തരുന്നത്. ശ്രീമോദത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. അതെങ്ങനെയാണ് പരിശുദ്ധാത്മാവാണ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തിരുന്നത്. പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി പഠിപ്പിച്ചു തരുന്നതാണ്. അതായത് 1 കൊറിന്തോസിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 10 വരെയുള്ള വചനമാണ്. അതായത് എന്നാൽ പക്വമതികളോട് ഞങ്ങൾ വിജ്ഞാനം പ്രസംഗിക്കുന്നു, പക്ഷേ ലൗകിക വിജ്ഞാനമല്ല, ഈ ലോകത്തിന് നാശോന്മുഖരായ അധികാരികളുടെ വിജ്ഞാനമല്ല, രഹസ്യവും നിഗൂഢവുമായ ദൈവിക ജ്ഞാനമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. പ്രസലോട്ട് രഹസ്യവും നിഗൂഢവും, ഇത് രഹസ്യമാണ്, നിഗൂഢമാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. അത് നമ്മുടെ മഹത്വത്തിനായി യുഗങ്ങൾക്ക് മുമ്പേ തന്നെ ദൈവം നിശ്ചയിച്ചിട്ടുള്ളതാണ്. ഈ ലോകത്തിലെ അധികാരികൾ ആർക്കും അത് ഗ്രഹിക്കാൻ സാധിക്കും. ഇത് ഗ്രഹിക്കാൻ പറ്റും. അച്ഛനി പറയുന്നത് ഈ ലോകത്തിലെ അധികാരികൾക്ക്, അധികാരിച്ച് പൈശാചിക ബന്ധനമുള്ള ആർക്കും തന്നെ ഇത് ഗ്രഹിക്കാൻ പറ്റത്തില്ല. സർവോടത്ത് പറഞ്ഞ ഹല്ലേലൂയ.